ನಾನು ವಿಕ್ರಮ ತ್ರಿವಿಕ್ರಮ. ವಾ ನೀನ್ ನಮ್ಮ ಅಣ್ಣ ಅಲ್ವಾ? ಯಾರಿಬ್ರು ನಿನ್ ಡ್ರೆಸ್ ಗೆಟಪ್ ನೋಡಿ ನಮ್ಮ ಅಣ್ಣವ್ರ ಯಾವ್ದು ಶೂಟಿಂಗ್ ಬಂದ್ಬಿಟ್ಟಿದ್ದಾರೆ ಅಂತ. ನೀನ್ ಯಾಕರು ಈ ಸ್ಮಶಾನದಲ್ಲಿ ಒಳ್ಳೆ ಬೇದಾಳ ತರ ಓಡಾಡ್ಕೊಂಡಿದ್ಯಾ? ಸರಿ ಇಲ್ಲ, ಇವತ್ತು ಅವಳನ್ನ ಸಾಯಿಸ್ಬೇಕು. ಯಾರು ಚಿತ್ರ ಆಗ್ತಿಲ್ಲ, ಎಲ್ಲ ಸಾಯಿ. ನನ್ನ ತಮ್ಮನಿಗೆ ಕಾರ್ಯ ಮಾಡಿಸಿ ಆ ಸೈಟ್ ಹೊಡಿಬೇಕು. ಜೀವ ಕತ್ರಿ ಹಾಕೋಣ ಅಂದ್ರೆ ಯಾರು ಸಿಗ್ತಾರಲ್ಲ. ಸರಿಯಾಗಿದ್ರೆ ನನ್ನ ಯಾಕೆ ಬಾರು ಮೈಂಡ್ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് പോളില് തേർഡ് പൊസിഷനിലായിരുന്നു ഈ മൂവി ഉണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ ലോട്ട്സ് ഓഫ് സജഷൻസ് വി റിസീവ്ഡ് അറ്റ് ദാറ്റ് ടൈം. എപ്പോഴും കിട്ടാറുണ്ട്, കൂടുതലും കിട്ടുന്ന ഒരു സജഷനാണ് ഈ മൂവിനെ കുറിച്ചിട്ട്. അപ്പൊ നമ്മൾ പറയുന്നത് നമ്മുടെ സ്വന്തം റിയൽ സ്റ്റാർ ഉപേന്ദ്ര സാറിന്റെ ഉപേന്ദ്ര മൂവി തന്നെയാണ്. അത് ആ സെയിം നെയിമില് ആൻഡ് ഓൾസോ ലൈക്ക് അതിന്റെ ഒരു അലഗോറിക്കൽ ഫോർമാറ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത്. ഭയങ്കര കട്ടിയുള്ള ഒരു സാധനമാണ്. അപ്പൊ നമ്മളത് കാര്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് തന്നെ പറയേണ്ടത്. 1999 മൂവിയാണെന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ലൈക്ക് ഉപേന്ദ്ര സാറിനെ കൂടാതെ രവീണ ടണ്ടൻ ഉണ്ട്, പ്രേമയുണ്ട്, പിന്നെ ദാമിനിയുണ്ട്. 3 ആക്ട്രസ് ഉണ്ട്. ആൻഡ് അത് പറയപ്പെടുന്നത് ആൻഡ് ദ പോസ്റ്റർ ഇറ്റ്സെൽഫ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. അതായത് ഉപേന്ദ്ര സാറിന്റെ ഹെഡില് സോ വി വർ റീഡിങ് അറ്റ് ദാറ്റ് ടൈം കണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 3 ക്യാരക്ടേഴ്സും ആ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഇമോഷണൽ, അതായത് ആ ഒരു അതാണ് ആ അലഗോറിക്കൽ എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത് പറയുന്നത്. ദാറ്റ് മീൻസ് ആ ഒരു റിലേഷൻഷിപ്പ് വിത്ത് വൺ ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടർ സംഭവം എന്ന് വെച്ചാൽ he is a director of this movie. അദ്ദേഹം ഡയറക്ട് ചെയ്യുന്ന ഇപ്പൊ നമ്മൾ റീസെന്റ് ഇപ്പൊ നമ്മൾ കണ്ട UI മൂവിയുടെ സോങ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അതിലും ആ ഒരു ഡിഫറെന്റ് അദ്ദേഹം കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. എല്ലാത്തിലും വെറൈറ്റി, ആ ഒരു യുണീക്നെസ്, അതാണ് മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നത് സ്പെഷ്യാലിറ്റി. ആൻഡ് ഈ ഒരു മൂവിക്ക് ആ ഒരു കൾട്ട് ഫാൻ ബേസ് തന്നെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് പൊതുവേ നമ്മള് കമന്റ്സിലൊക്കെ കാണാറുണ്ട് ഡയറക്ടേഴ്സിന്റെ ഹെഡ് ഡയറക്ടറാണ് ഇദ്ദേഹം എന്ന് എപ്പോഴും പറയും. കാരണം ഇപ്പൊ ഏതെങ്കിലും ഒരു കന്നഡ ഇൻഡസ്ട്രിയിലുള്ള ഡയറക്ടേഴ്സിന്റെ പേരെടുത്ത് പറയുന്ന സമയത്ത് ഇവരുടെയൊക്കെ മാസ്റ്റർ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ ആണ് ശരിക്കും ഉപേന്ദ്ര സാർ എന്ന് പറയാറുണ്ട്. കാരണം സംതിങ് ഡിഫറെന്റ്. ആൻഡ് ഓൾസോ ലൈക്ക് സോ മെനി ആക്ടേഴ്സ് working with him, like it isn't that very easy because he wants it like ആ ഒരു സംഭവം വേണം. അതുവരെ he's perfectionist എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ lots of things actually we have heard about him. പക്ഷേ we accept Om. നമ്മളൊന്നും കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ മൂവീസ്. we haven't watched and Om movie also നമ്മൾ കുറേ ബ്രില്യൻസ് ആൻഡ് ആ സമയത്ത് തന്നെ ലോങ് ബാക്ക് മുന്നേ ഇറങ്ങിയിട്ടുള്ള മൂവിയിലും ആ ഒരു ബ്രില്യൻസ് നമ്മളും കണ്ടിട്ട് നമ്മളും സർപ്രൈസ്ഡ് ആയിരുന്നു ശരിക്കും അല്ലേ. അത് മാത്രമല്ല ഇതിന്റെ പാട്ട് എഴുതിയിരിക്കുന്നതും ഉപേന്ദ്ര സാർ, ലിറിക്സ് ഉപേന്ദ്ര സാർ തന്നെയാണ്. അതുകൂടാതെ ഗുരു കിരൺ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ. ഗുരു കിരൺ നമ്മള് ഓമിന്റെ അകത്ത് ഗുരു കിരൺ ആണോ ഡൗട്ട് ഉണ്ട്. ആ പേര് നമ്മൾ എവിടെയോ കേട്ട ഒരു ഫീൽ തന്നെയുണ്ട് ശരിക്കും. ഈ ഒരു മൂവി എന്ന് പറയുന്നത് ആ പേര് വന്നിരിക്കുന്നത് they are saying UPD, അതായത് the name എന്താ പറയാ മാച്ചിങ് വിത്ത് ദ characters. Upendra, U means Upendra and P means Prema, R means Ravina, Damini and RA means Ravina. Yes. And this movie ആ സമയത്ത് കളക്ട് ചെയ്തിരിക്കുന്നത് 8 to 10 crore ആണ് 1999. And the film won Filmfare Award for the Best Film Kannada and Filmfare Award for the Best Director Kannada. Both awards കിട്ടിയിട്ടുണ്ട് Filmfare. And a Japanese who saw the film in Bangalore was impressed by it as he found it similar to the story of Buddha and the concept of Maslow hierarchy of needs, and hence released the film in Japan. It was screened at the Yubari International Fantastic Film Festival in Japan 2001. 1999 ഇറങ്ങിയിട്ടുള്ള മൂവി ആഫ്റ്റർ എ ലോങ് ഇയേഴ്സ് 2001 I think that guy got impressed and അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും ആ ഒരു സമയത്ത് അവിടെ പോയിട്ട് എന്താ പറയാ കാണിക്കാനുള്ള സംഭവങ്ങളൊക്കെ
ഭയങ്കര സംഭവം അതും റിലേറ്റഡ് ടു ബുദ്ധ. ദാറ്റ്സ് വാട്ട് ഐ ആം റിയലി ക്യൂരിയസ്. അതായത് എന്തായിരിക്കും ആ ഒരു സ്റ്റോറിയായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇറ്റ്സ് എ പ്ലേ ഓഫ് ഇമോഷൻസ് ആണെന്ന് പറഞ്ഞു. അലഗോറിക്കൽ സംഭവം. വി ആർ വെരി ന്യൂ ടു ദാറ്റ് വേർഡ് ഇറ്റ്സെൽഫ്. I don't know that time how people has taken the movie, especially the movie was release time. കാരണം ആ ടൈമില് ഈ കോൺസെപ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇറ്റ് വാസ് ലൈക്ക് കാലങ്ങൾക്ക് മുന്നേ കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ലൈക്ക് ഈ ഒരു എറയില് റിലീസ് ചെയ്യേണ്ട പടം 2024 റിലീസ് ചെയ്യേണ്ട ഒരു ടൈപ്പ് ആ ഒരു സംഭവമാണ് ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത്. ആ ഒരു ഇതിൽ തന്നെ അല്ലെ, ആ ഒരു പറഞ്ഞ ഡിസ്ക്രിപ്ഷനിലൊക്കെ അറിയാൻ പറ്റുന്നത്. പിന്നെ a sequel titled Uppi 2 was released in 2015 also. I think that movie I have heard of. പക്ഷേ ഉപേന്ദ്ര, there is a movie like that, no idea. കാരണം എനിക്ക് തോന്നുന്നു I think the similarity with his name അതുകൊണ്ടാണോ അറിയില്ല. ലൈക്ക് വി കുഡിന്റ് ഗെറ്റ് സെയിം നെയിം ഉണ്ടല്ലേ, അറിയാൻ പറ്റില്ല പെട്ടെന്ന്. പക്ഷെ കന്നഡിഗാസിന് this was gem actually at that time and still ആ ഒരു കൾട്ട് ഫാൻ ബേസ് തന്നെ ഉണ്ട് ഈ ഒരു മൂവിക്ക്. ഇപ്പോഴും പീപ്പിൾ ആ ഒരു വൈബ് അതിനകത്തുണ്ട്. അത് മാത്രമല്ല ഈവൻ ദോ ലോട്ട്സ് ഓഫ് ലൈക്ക് ഡിഫറൻസസ് ഉണ്ട് അതിന്റെ വിഷ്വൽസിൽ. കാരണം പണ്ടത്തെ വിഷ്വൽസ് ഇപ്പോഴത്തെ നമുക്ക് അറിയാലോ, ബട്ട് സ്റ്റിൽ ദാറ്റ് ലവ് ഇസ് ദർ ടുവേർഡ്സ് ദിസ് മൂവി. അപ്പൊ അതാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുന്നത്. ബിക്കോസ് ഓഫ് ദ മേബി ദ സ്ട്രോങ് കണ്ടന്റ്. സോ ലെറ്റ്സ് നോക്കാം എന്തായാലും എന്താ ഉള്ളത്. റെഡി അല്ലേ? ഇൻട്രോ ഒന്ന് തുടങ്ങാം. റെഡി? സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്സ്, ഡയറക്ഷൻ all together. Starting നെഗറ്റീവ് ശക്തിയാണ്. വിക്രമാദിത്യ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ അതുണ്ട്. വിക്രം വേതാളം എന്ന് പറയുന്നത് അല്ലേ? അവിടെ വേതാളം അവിടെ. അതാണ് ಏನದು ಹೊರಡುತ್ತಿರುವೆ? ನಾನು ಯಾರನ್ನು ತಿಳಿದೆ? ನಾನು ವಿಕ್ರಮ, ತ್ರಿವಿಕ್ರಮ. ವಾ, ನೀನ್ ನಮ್ಮ ಅಣ್ಣ ಅಲ್ವಾ? ನಿನ್ ಡ್ರೆಸ್ ಗೆಟಪ್ ನೋಡಿ ನಮ್ಮ ಅಣ್ಣವರ ಯಾವ್ದೋ ಶೂಟಿಂಗ್ ಬಂದ್ಬಿಟ್ಟಿದ್ದಾರೆ ಅಂತ. ನೀನ್ ಯಾಕರು ಈ ಸ್ಮಶಾನದಲ್ಲಿ ಒಳ್ಳೆ ಬೇದಾಳ ತರ ಓಡಾಡ್ಕೊಂಡಿದ್ಯಾ? ನನ್ನದೊಂದು ಮಹತ್ವಾಕಾಂಕ್ಷೆ ಇದೆ. ಶವಗಳನ್ನು ನೋಡಕಂತ ಸತ್ಯದಕ್ಕೆ ನಾನೇ ಬೇದಾಳ ಓಡಾಡ್ಕೊಂಡಿದ್ದೀನಿ. ನೀವೇನಾದ್ರೂ ಸತ್ಯ ಅಂದ್ರೆ ದೊಡ್ಡ ಪಡಗುದಾಗುತ್ತೆ ಅಷ್ಟೇ. ಮುಚ್ಚು ಬಾಯಿ. ಆಸೆಗಳು ನೂರಿದ್ದು ಅದನ್ನು ಸಾಧಿಸಿಕೊಳ್ಳಲಾಗದ ನಿನ್ನಂತಹ ರಣ ಹೇಳಿಗಳಿಗೆ ಮಾತ್ರ ಈ ದುರ್ಗತಿ ಬಂದೊದಗಿತು. ನನ್ನಂತಹ ವೀರರಿಗಲ್ಲ. ವೀರ ವೀರ ಎಲ್ಲ ಆಜ ಬಂದಾಗೆ ಹೊಟ್ಟೋಯ್ತಿದ್ರು. ನಿನ್ನೂ ಸರಿಯಾಗಿ ನಮ್ ಗಂಡನ್ ನೋಡೇ ಇಲ್ಲ ಅಂತ ಕಾಣಿಸ್ತದೆ. ಅಲ್ಲಿ ನೋಡ ಅಸಲಿ ದುನಿಯಾ. Oh, actually it is in the modern era. Okay, it's not that ಇಲ್ಲ ಅದೇನದು ಅಷ್ಟೊಂದು ಶಬ್ದ ಮಾಲಿನ್ಯ? ಶಬ್ದ ಮಾಲಿನ್ಯ ಅಲ್ಲ ಗುರು, ಮನಸ್ಸಿನ ಮಾಲಿನ್ಯ. ಅಲ್ಲೋಡ ಮೈಂಡ್ ನೋಡ್ಯಾಗ್ರು, ಶಬ್ದ ಮಾಲಿನ್ಯ ಅಲ್ಲ ಇದು, ಮನಸ್ಸಿನ ಮಾಲಿನ್ಯ. ಮನುಷ್ಯ ಒಳಗೊಳಗೇನೆ ಏನೇನ್ ಸ್ಕೆಚ್ಗಳು ಆಗ್ತಾನೆ, ಏನೇನ್ ಯೋಚನೆ ಮಾಡ್ತಾನೆ ನೋಡ್ದ್ಯಾ? ಸಹಜವೇ ತಾನೆ. ಮನುಷ್ಯ ಯೋಚನೆ ಮಾಡದೆ ಪ್ರಾಣಿಗಳು ಯೋಚನೆ ಮಾಡುತ್ತವೆಯೇ? ಅದಕ್ಕೆ ಅವರು ಹೇಳೋದು ಮನುಷ್ಯನಿಗಿಂತ ಪ್ರಾಣಿಗಳೇ ಎಷ್ಟು ಅಂತ. ಅಲ್ಲೋಡು ಗುರು, ನಮ್ಮ ತಾಯನೇ ಗುರು. ನನ್ನ ಹೆಂಡತಿ ತಾಳಿ ಮಾರಿ ಆದ್ರೆ ನಿಂಗೆ ಹೆಲ್ಪ್ ಮಾಡ್ತೀನಿ. ನನ್ನ ಮಗನೇ, ನೀನೆಂತ ಛತ್ರಿನ ಗೊತ್ತು? ಟೈಮಲ್ಲಿ ರೋಡ್ ಮಾಡ್ತೀನಿ. ನಮ್ಮ ತಾಯನೇ ಹೇಳ್ತೀನಿ ಕೇಳು.
ಕಣಮ್ಮ, ನಿಂತರ ಫ್ರೆಂಡ್ ನನ್ಗೆ ಎಲ್ಲೂ ಸಿಗಲ್ಲ. ನೀವು ನನ್ಗೆ ಅತ್ತೆ ಅಂತ ಅನಿಸ್ತಾನೆ ಇಲ್ಲ. ನಿಜವಾಗ್ಲೂ ನೀವು ದೇವತೆನೆ. ನೀನು ಅಷ್ಟೇಮಾ, ನೀ ನನ್ ಮಗಳಿದ್ದಂಗೆ. ಹೌದತ್ತೆ, ನಾನು ಅಷ್ಟೇ. ನಿಮ್ಮಂತ ಅತ್ತೆ ಪಡೆಯೋದಕ್ಕೆ ನಾನು ಪುಣ್ಯ ಮಾಡಿದ್ದೆ. The execution of the Sohai. Everything job done. ಅಷ್ಟೊಂದು ನಾಟಕವೇ? ಹೌದು ಗುರು, ಆ ಪ್ರಪಂಚದಲ್ಲಿ 190 ಜನ ಇಂತ ಹಲ್ಕಾಗೇ ಇರೋದು. ಶಾರುಖ್ ಖಾನ್, ಅಮೀರ್ ಖಾನ್ ನೆನ್ಸ್ಕೊಂಡು ಗಂಡನ ಜೊತೆ ಮಾಡ್ಕೊಳ್ಳೋ ಕಾಜಲ್ ಮುನಿಷನ ನೆನ್ಸ್ಕೊಂಡು ಹೆಂಡತಿ ಜೊತೆ ಮಾಡ್ಕೋ ಫ್ರೆಂಡ್ಸ್. ಆಸ್ತಿ ಅಂತಸ್ತು ನೋಡಿ ಲವ್ ಆಡ್ತಾ ಆಡೋ ಹುಡುಗಿರು. ಇವರೆಲ್ಲರ ಕೈಲಿ ಮಿನಿಮಮ್ ಅಂದ್ರೆ 50 ರಿಂದ 100 ಮುಖವಾಡಗಳು ಇರ್ತವೆ. ಮುಖವಾಡ, ದೇಶದ ಮುಖವಾಡ, ಧರ್ಮದ ಮುಖವಾಡ, ಜಾತಿ ಮುಖವಾಡ, ಈ ತರ ಡಿಫ್ರೆಂಟ್ ಮುಖವಾಡ ಹಾಕೊಂಡು ಒಬ್ಬರೊಬ್ಬರು ಏಮಾರ್ಸ್ಕೊಂಡು ಹೋಗ್ತಿರ್ತಾರೆ. ಇದೇ ಮಾನಸಿಕ ಯುದ್ಧ ಗುರು, ಇದೇ ಮಾನಸಿಕ ಯುದ್ಧ. ಒಳಗೆ ಹೇಗಿರ್ತೀನೋ ಹಾಗೆ ಹೊರಗು ಇರ್ತೀನಿ ಅಂದ್ರೆ ಅವನ ಅಪ್ರಾಣ ಅವನ ಪ್ರಪಂಚದಲ್ಲಿ ಬದುಕಕ್ಕಾಗಲ್ಲ. ಈ ತರ ಡಿಸೈನ್ ಮುಖವಾಡಗಳನ್ನ ಹಾಕೊಳ್ಳದೆ ಮನಸ್ಸು ಹೇಗಾಗುತ್ತೋ ಹಾಗೆ ಇರ್ತೀನಿ, ಹಾಗೆ ಜೀವನ ಮಾಡ್ತೀನಿ ಅಂತ ಪ್ರತಿಜ್ಞೆ ಮಾಡಿದ ನನ್ನೊಬ್ಬ ಚಡ್ಡಿ ದೋಸ್ತು ಆ ಸಿಟಿಲಿರೋರು ಆ ಸಿಟಿಲಿದ್ದಾನೆ. ಅವನ ಮಾನಸಿಕ ಕತೆ ಒಂದು ವಿಚಿತ್ರವಾದ ಕತೆ ಹೇಳ್ತೀನಿ, ಕೇಳು. Is that Upendra? I got it.